ചേച്ചി ഞാൻ സത്യൻ സാറിന് മിക്ക സിനിമകൾ കാണുമ്പോഴും ചേച്ചി ആ സിനിമയിൽ ഉണ്ടാവാറ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യൻ പ്രണയകഥയിൽ ഒരു സിനിമയിൽ നമ്മൾ വന്നിട്ടുണ്ട്. പിന്നെ രഞ്ജിത്ത് സാറിന് മിക്ക അതന്നെ അതത്രേ ഉള്ളൂ. പിന്നെ അന്ന് നമ്മൾ പക്ഷെ പരിചയപ്പെട്ട് കണ്ടിട്ടൊന്നുമില്ല. അതെ അതെ. പിന്നെ രഞ്ജിത്ത് സാറിന്റെ സിനിമയിലും മിക്ക സിനിമയിലും ഞാൻ ചേച്ചിനെ കണ്ടിട്ടുണ്ട്. അതെന്താ സംഭവം? അത് അറിയാണ്ട് സംഭവിച്ചു പോകുന്നത്. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള പടങ്ങളിൽ കൂടുതലും ഇങ്ങനെ ആയിരിക്കാം, പക്ഷെ അതല്ലാതെ ഒത്തിരി പടങ്ങൾ അവരുടെ എല്ലാവരും ഉണ്ടല്ലേ. അത് എന്താ വെച്ചാൽ നമ്മൾ സ്ഥിരം റിപ്പീറ്റഡ് ആയിട്ട് ടി വിയിൽ വരുന്നോണ്ടൊക്കെ നമുക്കത് ഇങ്ങനെ രജിസ്റ്റേർഡ് ആയിട്ട് കിടക്കുന്നത്. ഇപ്പം രസതന്ത്രം 10 വർഷമായി പടം ഇറങ്ങിയിട്ട്, പക്ഷെ ഇപ്പോഴും ആൾക്കാർ രസതന്ത്രത്തിലെ ക്യാരക്ടർ കോട്ട് ചെയ്ത് നമ്മുടെ സംസാരിക്കാം. അതെന്ന് വെച്ചാൽ എല്ലാ മാസം എന്നുള്ള കണക്കിൽ പടം ടി വിയിൽ വരുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇന്നത്തെ ചിന്താ വിഷയം ഇതൊക്കെ റെഗുലർ ആയിട്ട് പറയും. ഈ പറഞ്ഞ ഇന്ത്യൻ പ്രണയത 2 സീനേ ഉള്ളൂ, പക്ഷെ വളരെ കാര്യമായിട്ട് എല്ലാവരും പറയുന്ന മനസ്സിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ്. എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് തോന്നുന്നു ഒന്നിൽ നിന്ന് ഡിഫറൻസ് ആണല്ലേ. കുറച്ച് എല്ലാം ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു എന്താ പറയാ പാർട്ടിക്കാരിയായിട്ടാണ് കണ്ടത്. അവിടെ രസതന്ത്രത്തിലൊരു 10-20 വയസ്സുള്ള ഒരു വായാടി പെൺകുട്ടി. അപ്പൊ ഭയങ്കര വ്യത്യാസമാണ് എല്ലാ ക്യാരക്ടറും. അപ്പൊ ഈ രാമന്റെ ഏതൻ തോട്ടത്തിലെ നസ്നി ഏറ്റെടുത്തപ്പോ ചേച്ചിക്ക് എന്താ തോന്നിയത്? അത് ഈ പറഞ്ഞ പോലെ സാറിൻ്റെ കൂടെ 2ാമത്തെ പിക്ചറായിരുന്നു സുധിവാത്മിക ആദ്യം ചെയ്തത്. സുധിവാത്മികത്തിന് മുമ്പ് സാർ ഒരു 2 പടത്തിന് വിളിച്ചു, പക്ഷെ 2ഉം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇതിൽ വന്ന സമയത്തേക്കും സൂസുൽ വന്ന സമയത്തേക്ക് സാറ് വളരെ ലാബറേറ്റ് ആയിട്ട് കഥയും ക്യാരക്ടറൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു. അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊക്കെയാണെന്നൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞ് ആ ഷൂട്ടിംഗ് പ്രോസസ്സ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു പ്രോസസ്സായിരുന്നു. കാരണം ഭയങ്കര സ്പീഡിലാണ് എല്ലാം നടക്കുന്നത്. എല്ലാവരുടെയും ഇൻപുട്ട് സാർ എടുക്കും. അപ്പം നമുക്ക് എപ്പോഴാണെങ്കിലും തിരിച്ച് ഈ ഒരു ഗ്രൂപ്പിലേക്ക് വരണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നുന്നത്. അപ്പം ഇത്തവണ പടം വന്ന സമയത്ത് സാർ ഇങ്ങനെ ഫെബ്രുവരിയിൽ ഫ്രീ ആണോ എന്നുള്ളത്. അപ്പം അങ്ങനെ റെഗുലർ ഇൻ ടച്ചോ കാര്യങ്ങളോ ഒന്നും അല്ല. അപ്പം ഇങ്ങനെ ഫെബ്രുവരിയിൽ ഫ്രീ ആണോ എന്ന് ചോദിച്ചാൽ അവിടെ അപ്പം നമുക്കിനി ഷൂട്ടായിരിക്കും. അപ്പം ഞാൻ എടുത്ത് വയ്ക്കോ അതേലോ മെസ്സേജ് അയച്ചു. ഓക്കെ ഒരു ചെറിയ പടം ചെയ്യുന്നുണ്ട് അത്രയും പറഞ്ഞ് അതങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ജനുവരിയൊക്കെ ആയപ്പോൾ അപ്പോൾ സാർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഉറച്ച വിശ്വാസമുണ്ട്. ഒരു രസമുള്ള പ്ലോട്ടായിരിക്കും, രസമുള്ള കഥാപാത്രങ്ങളായിരിക്കും, ഒരു സ്റ്റോറി നറേഷൻ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ കൂടുതൽ ടെൻഷനൊന്നും ഇല്ല. അടുത്ത് എന്താ ഏതാണെന്നൊന്നും ചോദിക്കുന്നത്. പിന്നെ എന്തെങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ സാർ ഇങ്ങോട്ടേക്ക് പറയും. ഫോർ എക്സാമ്പിൾ മറ്റേ ക്യാരക്ടർ സൂസുവിൻ്റെ സമയത്ത് എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ സംസാരിക്കാത്ത കുട്ടിയാണുള്ളത്, അപ്പം കുറച്ചൊന്ന് മാനറിസംസ് ലാംഗ്വേജ് എന്തെങ്കിലും നോക്കണമെങ്കിൽ നോക്കി വെച്ചേക്ക്, ചിലപ്പോഴേ വേണ്ടി വരുള്ളൂ, പക്ഷെ ഒന്ന് അതിൻ്റെ ലാംഗ്വേജ് ഒന്ന് നോക്കി വെച്ചേക്ക് എന്നൊക്കെ ഉള്ളത്. അപ്പം അത്തരത്തിലൊന്നും പ്രിപ്പറേഷൻ പറഞ്ഞിട്ടില്ല. അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാറ് പറയുന്നത്. അപ്പോൾ ജനുവരി ഒക്കെ ആയി സാർ ഇങ്ങനെ ഡേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പ്രൊഡക്ഷനിൽ വിളിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ ഇങ്ങനെ വിളിച്ച് ചോദിച്ചു, സാർ എന്തെങ്കിലും ഞാൻ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഇല്ല അങ്ങനെ ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ഇങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞാലും പലരുടെയും ഹ്യൂമർ കൈവിട്ടു പോവും. അപ്പം അത്തരത്തിൽ ഹ്യൂമർ പക്ഷെ കൈവിട്ടു പോവാണ്ട് ഉള്ളൊരാളാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഡോസൈലായിട്ടൊന്നും പറയാതെ മിണ്ടാതെ ഒതുങ്ങിയിരിക്കുന്ന ഒരാളല്ല. തുറന്നടിച്ചെല്ലാം പറയും. പക്ഷെ നമ്മളുടെ പൊതുവിൽ എല്ലായ്പ്പോഴും ക്യാരക്ടറിനെ പോർട്രേ ചെയ്യുമ്പം അങ്ങനെ തുറന്നടിച്ച് കാര്യങ്ങൾ പറയുന്ന സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഒരു പക്ഷേ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കാത്തവരായിട്ടോ കുട്ടികളുടെ കാര്യമോ ഭർത്താവിൻ്റെ കാര്യമോ നോക്കാത്തൊക്കെ ആയിട്ടൊരു സ്ഥിരം ഒരു ക്ലീഷേഡ് പോർട്രേയിങ് ഉണ്ട്. അവർ ഒരു ടൈപ്പ് അങ്ങനെ അല്ല. അതുമല്ല, ശരിക്കും കുറേ സ്ത്രീകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അവരവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വീട്ടിലത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട്, അവർക്ക് പറയാനുള്ള പറയുന്നുണ്ട്, അവരുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്നുണ്ട്. ചില സ്ത്രീകളുണ്ട് കല്യാണം കഴിഞ്ഞാൽ ടക്കെന്ന് കട്ടാണ് ബാക്കി എല്ലായിടത്തും. അങ്ങനെയെല്ലാം മാറ്റി നിർത്തിയിട്ട് ഒരു റെഗുലർ നമ്മൾക്ക് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ്. അപ്പോൾ അതിന് കാഷ്വലി മുത്തുമണിക്ക് എന്തൊക്കെയാ വരുന്നത് തോന്നുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇൻപുട്ട് തോന്നുന്നുണ്ടെങ്കിൽ മുത്ത് പറയും, നമുക്കത് ചേർക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ എനിക്കും കേട്ടപ്പോൾ രസമുള്ളൊരു ഒബ്സർവേഷൻ ആയിട്ട് തോന്നി. കാരണം പൊതുവിൽ നമ്മൾ ഇതെല്ലാം മാനേജ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അവർക്കൊരു ഹ്യൂമർ എലമെന്റ് ഉണ്ടാവില്ല, ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. പക്ഷെ നസ്നി ഓൾവേസ് ഈസി ഗോ ലക്കി കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറാണ്. എല്ലാം മാനേജ് പറയാനുള്ളപ്പോൾ പറയും, ഭർത്താവിനോടായാലും കൂട്ടുകാരോടായാലും കൂട്ടുകാരുടെ ഭർത്താവിനോടായാലും കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ കൂട്ടുകാരുടെ ഭർത്താവിനോട് പോയിട്ട് തന്നെ വഴക്കുണ്ടാകും, ശരിയായില്ലെന്ന് അപ്പം പറഞ്ഞു കളയും. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അത്. രഞ്ജിത്ത് സാറിന്റെ ക്രിയേഷനാണ് അബ്സല്യൂട്ട്ലി ടോട്ടലി. ഈ കല്യാണം ഇപ്പൊ നസ്നിയുടെ ക്യാരക്ടർ പറഞ്ഞ പോലെ തന്നെയാണ് ശരിക്കും അനുവിന്റെ ക്യാരക്ടർ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് നമുക്ക് ഒരു ഘട്ടത്തിൽ പോലും തോന്നില്ല. വിഷ്ണു അനു നടക്കണ 2 ഫ്രണ്ട്സ് നടക്കുന്ന പോലെ നമുക്ക് തോന്നാറില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ രഞ്ജിത്ത് സാർ വന്ന് കഥ പറഞ്ഞപ്പോൾ യെസ് പറഞ്ഞ വിഷ്ണു ആണ്. കാരണം അനുവിന്റെ മനസ്സ് അത്രയും കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്. മിറർ ഇമേജ് ആണ് വിഷ്ണുവിന്റെ. എന്താണ് നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി എന്നൊക്കെ ചോദിച്ചാൽ എന്താ പറയാ, ശരിക്കും വിഷ്ണുവിനെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാം, എന്നെ ഇങ്ങോട്ടും അറിയാം. കാരണം എന്റെ അമ്മയുടെ റിലേഷൻ ഉണ്ട് വിഷ്ണുവിനെ.
അപ്പം എനിക്ക് ചെറുപ്പം മുതലേ വിഷ്ണുവിനോട് സംസാരിക്കാറുണ്ട്, മിണ്ടാറുണ്ട്. അപ്പോൾ ചെറുപ്പം മുതലേ മനസ്സിൽ തോന്നിയൊരു ഇഷ്ടമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള. അതുകൊണ്ട് തന്നെ എനിക്ക് വിഷ്ണുവിൻ്റെ എന്താ, വിഷ്ണുവിൻ്റെ സ്വഭാവം എന്താ, അല്ലെങ്കിൽ ഞാൻ എന്താ, എൻ്റെ ക്യാരക്ടർ എന്താ, വിഷ്ണുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ ഇടയിലൊരു കെമിസ്ട്രി. പിന്നെ എനിക്ക് എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും അത് തുറന്നു പറയാനുള്ളൊരു സ്പേസ് എപ്പോഴും വിഷ്ണുവിനെ എനിക്ക് തരാറുണ്ട്. എപ്പോഴും എൻ്റെ ഇഷ്ടങ്ങളോടൊത്ത് നല്ലതാണെങ്കിൽ എനിക്ക് കറക്റ്റ് അതിന് കൂട്ട് നിൽക്കാറുണ്ട്. ഇപ്പം ഈ രാമൻ്റെ ഏതൊട്ടും സിനിമ ഷൂട്ട് തുടങ്ങിയ അന്ന് മുതൽ അവസാനിക്കുന്ന ഒരു വിഷ്ണുവിൻ്റെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു വിഷ്ണുവിടെ ഈ സിനിമ ചെയ്യുമ്പോൾ വിഷ്ണുവിടെ എന്തായാലും എൻ്റെ കൂടെ വേണം, എനിക്ക് ആ ഒരു ധൈര്യം തരണം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് രഞ്ജിത്ത് സാറും പറഞ്ഞിരുന്നു വിഷ്ണു എന്തായാലും അനുവിൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ എന്ന്. അപ്പോൾ വിഷ്ണുവിൻ്റെ വർക്കൊക്കെ മാറ്റി വെച്ചിട്ടാണ് ആ സിനിമ തുടങ്ങിയ അവസാനം മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അയ്യോ, അത് അവിടെ നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ ഭയങ്കര കൺവീനിയന്റ് അല്ലെങ്കിൽ കംഫർട്ടബിൾ ആണെന്ന് തോന്നുമെങ്കിലും ചില സമയം ചില ദിവസങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഭീകരമായിരുന്നു. തണുപ്പും കാറ്റും ലേറ്റ് നൈറ്റ് ഷൂട്ടും ഒക്കെ ആയിട്ട്. അതെ, നമ്മളിപ്പോൾ നമുക്ക് ഈ ഷൂട്ട് നടക്കുന്നതുകൊണ്ട് നമുക്കത് അറിയില്ല. നമുക്കാ ഒരു എന്താ പറയാ, വെറുതെ ഒരു കുഴപ്പമില്ല, നമ്മൾ അങ്ങനെ അതിന്റെ കൂടെ എങ്ങനെ പോയി പോകും. പക്ഷെ കൂടെ ഇരിക്കുന്ന ആൾക്കൊരു ജോലി ഇല്ലാതെ ഇങ്ങനെ നമ്മളെ നോക്കി ഇരിക്കല്ലേ. ഞാൻ എപ്പോഴും ഇങ്ങനെ വിഷ്ണുവിനെ അടുത്ത് കൊണ്ടിരുത്തും, സ്ക്രീനിൽ പോയി നോക്കി ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്നൊക്കെ. അപ്പോൾ ഓരോ ഡയലോഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വിഷ്ണുവിനോടാണ്, വിഷ്ണുവിൻ്റെ ചാക്കോച്ചനാണ്, ഞാൻ മാലിനിയാണ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ കൊള്ളാമോ എന്നൊക്കെ ചോദിച്ചാലും വിഷ്ണുവിന് അതിന്റെ കറക്റ്റ് ആൻസേഴ്സ് തരാറുണ്ട്. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, 1-2 ദിവസം ലേറ്റ് നൈറ്റ് നമ്മൾ പോയപ്പോൾ നമ്മൾ രണ്ടുപേരും വളരെ സുഖമായിട്ട് ഒരു കസേരയിൽ വന്നിട്ടിരുന്ന് ഉറങ്ങിയിരിക്കുക. അപ്പോൾ അവൻ വിഷ്ണു അപ്പോഴും ഉറങ്ങാണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എപ്പോൾ വിളി വരും, അങ്ങനെയാണെങ്കിൽ എഴുന്നേപ്പിച്ച് വിടണമല്ലോ എന്നുള്ളതുകൊണ്ട് ഭയങ്കര റെസ്പോൺസ്. അത് തന്നെ, ഭയങ്കര റെസ്പോൺസ്. എന്നെക്കാളും കൂടുതലൊരു എടി പിന്നെ വിളിച്ച് നീ വേഗം ചെല്ല്, ലേറ്റ് ആവില്ലേ, ലേറ്റ് ആയി അവരെല്ലാരും കാത്തിരിക്കുക. കണ്ടിന്യൂറ്റി കമ്മല് മാറിപ്പോയി, അങ്ങനെ ചെയ്തേ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ധൈര്യം എപ്പോഴും വിഷ്ണു. ഭയങ്കര ഒരു ഫ്രണ്ട്ലി പ്രസൻസ് ആണ് എപ്പോഴും എല്ലാവരുമായിട്ട് വിഷ്ണു. ഞാൻ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് എപ്പോഴും വിഷ്ണുവായിട്ടിനെ. ഞാൻ വിഷ്ണു പാവാട്ടോ എന്ന് പറയാം എന്നോട്. പാവാല്ലേ. പിന്നെ ചേച്ചി എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ലളിതാമ്മയൊക്കെ എപ്പോഴും ഒരു നല്ല ക്യാരക്ടർ റോൾ ചെയ്യുന്നൊരു അങ്ങനെ ഒരു രീതിയാണ്. ചേച്ചി ശരിക്കും ആ ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ചേച്ചി എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ക്യാരക്ടർ റോളാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ചേച്ചിക്ക് ഇപ്പൊ ഞാനാണെങ്കിൽ നായിക കഥാപാത്രങ്ങളാണ്. അപ്പൊ ചേച്ചിക്ക് എന്താ തോന്നിയിട്ടുള്ളത്? ഞാൻ എപ്പോഴും പ്ലാൻ ചെയ്തിട്ടല്ല ഞാൻ കരിയർ ഫിലിം ഇങ്ങനെ ചെയ്യാം സംഭവിച്ചു പോയിട്ടുള്ളതാണ്. എല്ലാ പടങ്ങളും രസാന്തരം തുടങ്ങി ഇങ്ങോട്ടേക്കുള്ള എല്ലാം ബൈ ചാൻസ് സംഭവിച്ചു പോയിട്ടുള്ളതാണ്. പടങ്ങൾ എടുക്കുന്ന സമയത്ത് ആവുന്നത്ര ശ്രമിക്കുന്നത് നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രം ഉണ്ടെങ്കിൽ, അതായത് കഥാപാത്രം ആ കഥയിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം. ഞാൻ അത് മാത്രമാണ് അത് നോക്കാറുള്ളത്. ഒന്നെങ്കിൽ നല്ല ടീമാണോ എന്ന് നോക്കും, അല്ലെങ്കിൽ നല്ല സബ്ജക്റ്റ് ആണോ എന്ന് നോക്കും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ക്യാരക്ടർ പ്രത്യേകത നോക്കും. അപ്പോൾ ഇതിലൊക്കെ വെച്ചിട്ടാണ് നോക്കുന്നത്. ചില ഡിസിഷൻ ഓക്കെ ആയിരിക്കും, ചിലത് പാളും, ചിലത് നമ്മൾ കാണുമ്പോൾ അയ്യോ ഇത് ചെയ്യേണ്ടിയിരുന്നില്ലല്ലോ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോവും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് അതൊരു പ്ലാൻഡ് ആയിട്ട് പോകുന്ന സംഭവങ്ങളൊന്നും അല്ല. എനിക്കൊന്നും ഇപ്പൊ ക്യാരക്ടർ ആണെങ്കിൽ മമ്മൂക്കാന്റെ കൂടെയൊക്കെ നായികയായിട്ട് ചേച്ചി ചെയ്തല്ലോ അല്ലേ? കടൽ കടന്ന് മാത്തുക്കുട്ടി അലീഷയുണ്ട്, അലീഷയാണ് നായിക. മമ്മൂക്കയുടെ വൈഫ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ്. ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര കൃത്യമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എന്ന് വെച്ചാൽ സാറിന് അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പൊ നമ്മൾ ചില സമയത്ത് ടെൻഷൻ വെച്ചിട്ട് നമുക്ക് രണ്ടുപേർക്കുള്ള സാധനമുണ്ട് സംസാരിച്ച് പിന്നെയാണ് നമ്മൾ ആലോചിക്കുന്നത് ഇത് നമ്മൾ പറയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും കൂടെ വേണമല്ലോ എന്നുള്ളത്. അപ്പൊ ഒരു ഡയലോഗ് എങ്ങനെ പറഞ്ഞിട്ട് എത്തുന്നില്ല, ഞാനിങ്ങനെ ഒറ്റ ശ്വാസത്തിൽ ഇങ്ങനെ പറയും. അപ്പൊ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും മനസ്സിലായി എനിക്ക് ടെൻഷൻ എടുത്തിട്ട് കയ്യിൽ നിന്ന് പോയിരിക്കുക. അപ്പം സാർ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ഡയലോഗ് ഇവിടെ ഒന്ന് കട്ട് ചെയ്യൂ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്യൂ. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ശരിയാ, എന്തിനാ ഞാനിങ്ങനെ ശ്വാസം പിടിച്ച പോലെ പറയണേ. ആ ഒറ്റ പറഞ്ഞ ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ടേക്ക് ഓക്കെ ആയിരുന്നു. അതാണ് എക്സ്പീരിയൻസ്, ഭയങ്കര ഭയങ്കര ഭാഗ്യമാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെയൊക്കെ